ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതിനകത്ത് കൊതിയും ഞൊണയും കൃത്രിമവും ഒക്കെ പറയുന്നതും ഒക്കെ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അധികം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. സാധാരണ നമ്മുടെ ഇപ്പം കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയെങ്കിലും കുറിച്ച് ദുഷിക്കുകയാണെങ്കിലോ ആരെയെങ്കിലും കുറിച്ചൊക്കെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് കാണാനും കേൾക്കാനും അതിനെക്കുറിച്ച് കുറച്ച് അധികം പറയാനും ഒക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ എന്നാൽ എൻ്റെ ഒരു വീഡിയോയിൽ അങ്ങനെ ആരെയും കുറിച്ചുള്ള അധിക ദുഷിപ്പൊന്നും ഇല്ലാത്ത കാരണം ചിലപ്പോൾ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സംഗതി വേറൊന്നുമല്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ അനാമിക വിഷ്ണു, ജീവമാത കാരുണ്യഭവൻ, അവിടുത്തെ ഉദയഗിരിജ, ഇവരുടെ എല്ലാം വിഷയം. അപ്പം സംഗതി കുറേയൊക്കെ നമ്മുടെ എന്നെപ്പോലെയുള്ള കുറേ യൂട്യൂബർ സഹോദരന്മാർ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ദിവസേന വന്ന് ഇവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ സൗണ്ടോ ആരുടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ കട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് അവരിങ്ങനെ ദിവസേന ഘോരഘോരമായിട്ട് ഓരോരോ പുതിയ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തി അതിങ്ങനെ പുറം ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി വന്നിട്ട്. അപ്പം ഉദയഗിരിജ എന്ന് പറയുന്ന ആ ചേച്ചിയും വിഷ്ണു എന്ന് പറയുന്ന മകനും കൂടെ ചേർന്ന് അനാമിക എന്ന് പറയുന്ന പാവപ്പെട്ട കുട്ടിയുടെ ജീവിതം കളഞ്ഞു, അതിനെ പെരുവഴിയാക്കി, അതിനെ കല്യാണത്തിന് മുമ്പേ ഗർഭിണിയാക്കി, ഇങ്ങനെയൊക്കെയുള്ള വലിയ 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 ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേപോലെ എന്നെപ്പോലെ തന്നെ യൂട്യൂബർമാരായിട്ടുള്ള കുറേ സഹോദരങ്ങളാണ്. ഞാൻ വലിയ യൂട്യൂബറാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിൽ പോലും ഞാനൊരു കാര്യം അങ്ങ് പറയുകയാണ്. കാരണം എല്ലാവർക്കും എല്ലാവരെയും കുറ്റം പറയാനാണ് ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ ആ കുറ്റം പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതാണെന്നും മോശം ചെയ്താൽ മോശമാണെന്നും പറയണമെന്ന്, അതിനെ അംഗീകരിക്കണമെന്ന്, നല്ലതിനെ നല്ലതായും മോശത്തെ മോശമായും കണ്ട് അംഗീകരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസമായി ഞാനങ്ങനെ സ്ഥിരമായി എൻ്റെ ചാനലിലൊരു റിയാക്ഷൻ വീഡിയോ കൊടുക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് റിയാക്ഷൻ വീഡിയോകൾ ഇടാറുമില്ല. എന്തെങ്കിലും ഇതേപോലെ എനിക്കങ്ങ് തീരെ ദഹിക്കാതെ വരുമ്പം മാത്രമാണ് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് വരിക. അതായത് ഈ ചുമ്മാ ഇരുന്ന് കുറേ ആൾക്കാർ തിന്നാൻ വകയില്ലാണ്ട് വരുമ്പം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് ചെളി വാരി എറിഞ്ഞിട്ട് സ്വയം തിന്നാൻ വക കണ്ടെത്തുന്നത് കാണുമ്പോൾ അങ്ങോട്ട് ദഹിക്കാതെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ അനാമികയുടെയും വിഷ്ണുവിൻ്റെയും കാര്യം എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികളും അറിയാം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അനാമിക എന്ന് പറയുന്ന കുട്ടിയെ 18 വയസ്സിന് മുന്നേ വിഷ്ണു ഗർഭിണിയാക്കിയെന്നും അതുകൊണ്ടാണ് 7-ാം മാസത്തിൽ പ്രസവിച്ചതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറേ യൂട്യൂബർ സഹോദരങ്ങൾ ഡെയിലി വന്ന് വീഡിയോകൾ ഇങ്ങനെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുടെ സ്ഥിരം പരിപാടിയാണെന്നും ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവന്ന് നിർത്തുന്നതും അങ്ങനെയൊക്കെ കുറേ മോശപ്പെട്ട കാര്യങ്ങളാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിതിങ്ങനെ സ്ഥിരമായിട്ട് വന്നിങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന് വിളിച്ചു കൂവി പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നതിനോട് ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹം എല്ലാം യോജിച്ചേനെയായിരുന്നു. അതായത് ഈ കേരളത്തിലുള്ള മലയാളികളും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരും എല്ലാം യോജിച്ചേനെയായിരുന്നു. പക്ഷെ എന്താണെന്നറിയാവോ സംഗതി? നിങ്ങൾ ഈ പറയുന്നതിൽ ഈ അനാമിക എന്ന് പറയുന്ന കുട്ടിയെ 18 വയസ്സാവുന്നതിന് മുന്നേ ഇവരുടെ മകൻ ലൈംഗികമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു, ഗർഭിണിയാക്കി, അതിനുശേഷം ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാതെ വഴിയാധാരമാക്കുകയോ അല്ലെങ്കിൽ അതിലൊരു കുഞ്ഞ് അവിഹിത സന്തതി ഉണ്ടായിട്ട് ആ കുഞ്ഞിനെ പുറം ലോകം അറിയാതെ കൊന്നുകളയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയായിരുന്നു. അവരാ കുട്ടിയുടെ ഭാവി തൊലച്ചു അല്ലെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറയാം. അല്ലാണ്ട് നിങ്ങൾ ഈ വന്ന് പറയുന്നത് പോലെ ഒരു പെൺകുട്ടി ആരുമില്ല, അച്ഛനുമില്ല അമ്മയുമില്ല, ബന്ധുക്കൾക്ക് വേണ്ട, ഉറ്റവരും ഉടയവരും ഇല്ലാതെ അനാഥമായിട്ട് വന്ന ഒരു പെൺകുട്ടിയെ അവർ നോക്കി വളർത്തി അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയെ അതിനാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മകനെ കൊണ്ട് അവർ കല്യാണം കഴിപ്പിച്ച് ഇന്ന് അതിനകത്ത് ഒരു കുഞ്ഞുണ്ടായി. ഈ പറയുന്ന കണക്ക് 7-ാം മാസത്തിൽ കൊച്ചുണ്ടാവുന്നത് ലോകത്തിലെ ആദ്യത്തെ ചരിത്രമൊന്നുമല്ല. ഇതിനു മുന്നേയും പലയിടങ്ങളിലും 7-ാം മാസങ്ങളിലും 6-ാം മാസങ്ങളിലും വരെ കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഇന്ന് ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെയില്ല ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ ഇങ്ങനെ
മുൻപേ പ്രസവിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം അല്ലാണ്ട് അതിനിങ്ങനെ വന്നിട്ട് 2 മാസം മുന്നേ ഗർഭിണിയാക്കിയായിരുന്നു എന്നൊക്കെ പറയാൻ ശരിക്കും ഒരു ഉളുപ്പും പുളുപ്പും ഒക്കെ വേണ്ടായോ നിങ്ങൾക്ക് കഴിയണം, നിങ്ങളുടെ കുടുംബം കഴിയണം, നിങ്ങളുടെ മക്കൾ കരി മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്യ ഒരാളിൻ്റെ കുടുംബവും നശിപ്പിച്ച് അന്യ ഒരാളിൻ്റെ നിലവാരവും നശിപ്പിച്ച് വിലയും കളഞ്ഞ് അവരുടെ മാനാഭിമാനത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ വന്നിരുന്ന് ചുമ്മാ ചാവാലിപ്പട്ടി കുരയ്ക്കുന്ന കണക്ക് കുരയ്ക്കാൻ നിനക്കൊന്നും നാണമില്ലേടേ? പരമ പുച്ഛമാണ് കേട്ടോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ അവന്മാരോടും അവളുമാരോടും തോന്നിക്കൊണ്ടിരിക്കുന്ന വികാരം. വെറും പരമ പുച്ഛം. അതായത് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് തോന്നുന്ന പക്ഷം തെരുവിലിറങ്ങി തെണ്ടണം. അതിനുമുണ്ടൊരു അന്തസ്സ്. എത്രയോ ഭിക്ഷക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെന്താ വന്ന് പറയാ, എനിക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് വകയില്ല, എന്തെങ്കിലും തരണേ. അങ്ങനെയുള്ള ആൾക്കാർക്കും കൈക്കും കാലിനും എന്തെങ്കിലും സ്വാധീന പ്രശ്നമോ അവർക്ക് ദിവസേന ജോലിക്ക് പോയി ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് ഭിക്ഷ നൽകാറില്ലേ? ഞാൻ നൽകാറുണ്ട് കേട്ടോ. നമ്മളെപ്പോലുള്ള ആൾക്കാരല്ലാതെ അവർക്ക് ദിവസേന ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ആൾക്കാർക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരെണ്ണം, അതൊരു ചായക്കുള്ള വകയായാലും ഞാൻ നൽകാറുണ്ട്. നിൻ്റെയൊക്കെ കാലിനും കൈക്കും ഒന്നും ഒരു കുരു ഇല്ലല്ലോടെ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അണ്ണന്മാരോടും ചേച്ചിമാരോടുമായിട്ട് മാത്രം ഞാൻ പറയുകയാണ്, നിൻ്റെയൊക്കെ കാലിനും കൈക്കും ഒരു കുരുവില്ല, ഒന്നുമില്ല. നിനക്കൊക്കെ നല്ല ഒന്നാം തരം കാലും കയ്യും എല്ലാം ദൈവം തമ്പുരാൻ തന്നിട്ടില്ലയോ? പിന്നെ എന്തോ സാധിക്കാനാടെ ഈ അന്യൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒളിക്യാമറയായിട്ടിരുന്ന് മെനക്കെട്ടിരുന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ വേണ്ടിയല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം തകർക്കുന്നേ? ഈ അനാമിക ഒരു പക്ഷേ 18 വയസ്സിന് മുമ്പ് വിഷ്ണുവായിട്ടങ്ങ് പ്രണയിച്ച് ഗർഭിണിയായെന്ന് തന്നെ ഇരിക്കട്ടെ, നിന്റെ വീട്ടിലോട്ട് വന്നോ അതിലുണ്ടായ കൊച്ചിന് ചെലവിന് ചോദിക്കാൻ? അതോ അതിൻ്റെ തന്ത നീയാണോ? അല്ലെ നിൻ്റെയൊക്കെ വീട്ടിലെ അച്ഛനോ അമ്മയോ ചേട്ടന്മാരോ ആരെങ്കിലും ആന്നും പറഞ്ഞുകൊണ്ട് വന്നോ? അതോ അയ്യോ എന്നെയാ വിഷ്ണുവിൻ്റെ അമ്മ ഉദയഗിരിജയും കൂടെ ചേർത്ത് വഴിയാധാരമാക്കി എനിക്കിനി ജീവിക്കാൻ ഗതിയില്ലേ എന്ന് പറഞ്ഞ് ആ കൊച്ചി തെരുവിലിറങ്ങി നടന്ന് തെണ്ടുന്നു. ഇതൊന്നും ഇല്ലല്ലോ. ആ കൊച്ചിനെ അഥവാ എന്തോ ആയിക്കൊള്ളട്ടെ, ആ കൊച്ചിനെ സ്നേഹിച്ചെങ്കിൽ സ്നേഹിച്ചു, അല്ലാതെ അറേഞ്ച്ഡ് മാരേജ് കഴിച്ചെങ്കിൽ അങ്ങനെ. എന്ത് തന്നെയായാലും ഇപ്പം നിനക്കൊക്കെ എന്താണെന്നടേ പ്രശ്നം? നിൻ്റെയൊക്കെ വിഷയം എന്തുവാ? നിനക്കൊക്കെ തിന്നാനേ അരിക്ക് ഗതി ഇല്ലാത്ത പക്ഷം നീയൊക്കെ ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ വയ്യാങ്കിൽ നീയൊക്കെ തെണ്ടി തിന്ന്. അല്ലാതെ ഈ അന്യൻ്റെ വീട്ടിലേക്ക് നോക്കിയിരുന്നിട്ട് അവരെ ഇങ്ങനെ ചെളി വാരി എറിഞ്ഞ് അവരെക്കുറിച്ച് ഡെയിലി ഈ ആവശ്യമില്ലാത്ത കഥകൾ, ഒരുമാതിരി വെറും അങ്ങ് തറ ലെവലിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞ് അവരുടെ കുടുംബജീവിതം കലക്കി അവരുടെ സ്വസ്ഥത ഇല്ലാതാക്കി അവരെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് വേണോടെ നിൻ്റെയൊക്കെ മക്കൾക്ക് അരി മേടിച്ചു കൊടുക്കാൻ? നിൻ്റെയൊക്കെ ജന്മം എന്തോ ഒരു ജന്മമോ? നീയൊക്കെ യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കണ്ടെത്തുന്നുണ്ടോ? നീയൊക്കെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അവരുടെ ലൈഫ് അവർ യൂട്യൂബിലൂടെ പറയുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അത് അവർക്ക് ഇഷ്ടമായിരിക്കും. അവരുടെ ലൈഫ് എന്താണെന്ന് അവർക്ക് യൂട്യൂബിലൂടെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ഓരോ കണ്ടന്റ് കണ്ടെത്തി യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് അവർ വരുമാനം ഉണ്ടാക്കുന്ന കണ്ടിട്ട് നിനക്കൊക്കെ കണ്ണുകടി കയറിയിട്ട് നീയൊക്കെ അവരെക്കുറിച്ച് പോക്കൃത്തരം പറഞ്ഞ് കാശുണ്ടാക്കി ഈ പണം കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവർ ആഹാരം കഴിച്ചാൽ അവർക്ക് പോലും ദഹിക്കുകയില്ല. കാരണം അന്യനെ ആക്ഷേപിച്ചും അന്യനെ ദുഃഖിപ്പിച്ചും അന്യ ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് കിട്ടുന്ന ഈ പൈസ കൊണ്ട് നീയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടും നിനക്കൊന്നും ഒരു ചുക്കും ഉണ്ടാവാൻ പോകുന്നില്ല. നീക്കൊക്കെ ഈ തെരുവിൽ കൂടെ നടക്കുന്ന പട്ടിക്ക് നിന്നെക്കാട്ടിയൊക്കെ അന്തസ്സുണ്ട്. അതും പോയി ആരോടെങ്കിലും ഒക്കെ ചെന്നിന്ന് വിശപ്പുണ്ടെങ്കിൽ വാലാട്ടി ആഹാരം ചോദിക്കുന്നേ. നിൻ്റെയൊക്കെ വീട്ടിൽ കലം മെഴുക്കുന്നെങ്കിലും ഒരു വീഡിയോ സ്വന്തമായിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെ പെണ്ണുമ്പിള്ളയെ വിളിച്ചോണ്ട് പോയി ഒന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ പെണ്ണുമ്പിള്ളയും നീയും കൂടെ ഉള്ള ഏതെങ്കിലും ഒരു സന്തോഷകരമായ ഒന്നുമില്ല ഒരു ഹോട്ടലിൽ പോയി ഇച്ചിരി ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മേടിച്ച് തിന്നും. അല്ലാതെ വല്ലവൻ്റെയും വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി അങ്ങോട്ട് ഇരുന്നേ വെച്ച് റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞു വന്നിരുന്ന് കുറേ ഉമ്പിയ വീഡിയോ ചെയ്തേ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാശ് മേടിച്ച് 4 നേരം ഞണ്ണാനിരിക്കാതെ ഇറങ്ങിപ്പോയി വല്ല ജോലിയും ചെയ്ത് ജീവിക്ക്. ഇന്നലെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ പറയുന്നതെന്ന്. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന. പക്ഷെ നീയൊക്കെ ഈ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഈ ഉണ്ടാക്കുന്ന കോപ്പ് കണ്ടിട്ട് എന്താ പറയുന്നത്, ഒരുമാതിരി തൊല്ലി പൊളിഞ്ഞിട്ടാണ്
ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിടുന്നത്. ഞാൻ യൂട്യൂബും കൊണ്ട് തന്നെ ആയിരിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അല്ലാതെ നേരം വെളുക്കുമ്പം തൊട്ട് അന്യൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ അറ്റത്തോട്ട് നോക്കിയിരിക്കുമല്ല. അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന വാർത്ത എടുത്തേ വെച്ച് അതിനകത്ത് പൊടുപ്പും തൊങ്ങലും വെച്ച് വേണ്ടിയില്ലാത്ത വർത്താനം പറഞ്ഞ് കുടുംബം കലക്കാനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ല. അതുപോലെ തന്നെ ഞാൻ നിന്നോടൊക്കെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നീയൊക്കെ അങ്ങ് വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ, ഉദയഗിരിജ അനാഥാലയം നടത്തിയിട്ട് ഏതാണ്ടൊക്കെ ഭയങ്കരമായ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു, അനാഥാലയത്തിലെ തന്നെ ആൾക്കാരെ അന്തേവാസികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. നിന്റെ വീട്ടിൽ നീ ഒന്നും ചൂലെടുത്ത് മിറ്റം തൂക്കാറില്ലേ? പെണ്ണുങ്ങളോടാ ചോദിക്കുന്നേ. നിന്റെയൊക്കെ വീട്ടിൽ നീയൊക്കെ നിന്റെ വീട്ടിൽ താമസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലെ ജോലികളൊന്നും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ലേ? അതുപോലെ ആണുങ്ങളോട് എടാ നിന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ വിറവില്ലെങ്കിൽ നീ കീറാറില്ലേ? അതോ നീ കൂലിക്കാരെ വെച്ചേ വിറവ് കീറിക്കത്തോളോ? എടാ അനാഥാലയമായാലും അതൊരു വീടാ. അവിടെ കുറേ ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പം ആരോഗ്യമുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പണി അവിടത്തേക്ക് എടുത്തെന്നിരിക്കും. അല്ലാതെ എല്ലാത്തിനെയും സെർവൻറ്റിനെ വെച്ച് നോക്കിക്കാനേ ഉദയഗിരിജ എന്ന് പറയുന്ന ആ സ്ത്രീ അവിടുത്തെ വലിയ സർക്കാർ ഉദ്യോഗമൊന്നും മേടിച്ച് നിൽക്കുന്ന ആളൊന്നുമല്ല. സർക്കാർ ശമ്പളമൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ കൊടുക്കുന്ന കൊണ്ടിട്ടാണ് അവർ ഇത്രയും കുട്ടികളെയും ഇത്രയും പ്രായമായവരെയും നോക്കുന്നത്. അപ്പം അവർ അത്യാവശ്യം അവർക്ക് ആരോഗ്യമുള്ളവർ അവർ താമസിക്കുന്ന വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തെന്നിരിക്കും. അതിന് ഇത്രയും കിടന്നങ്ങ് അങ്ങനാണ് ഇങ്ങനാണ് അവരങ്ങ് അവിടിട്ട് അവരെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും വന്നിരുന്ന് നീയൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. നിന്റെയൊക്കെ വീടുകളിൽ നീയൊന്നും ജോലി ചെയ്യാറില്ലയോ? അതുപോലെയുള്ളടാ അവിടെ താമസിക്കുന്നവരും അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. എടാ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്കും ഇത്രയും പ്രായമായവർക്കും ആഹാരം കൊടുക്കുന്നു. അത് ആരുടെ കയ്യിൽ നിന്നോ ആവട്ടെ, പിരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്ന ദാനമോ എന്തോ തന്നെ ആയിക്കൊള്ളട്ടെ, അവർ കൊടുക്കുന്നു. നിന്നെയൊക്കെ കൊണ്ട് ഒരു പട്ടിക്കെങ്കിലും ആഹാരം കൊടുക്കാൻ പറ്റുമോടാ? നിന്റെ വീട്ടിലുള്ള നിന്റെ തന്തയും തള്ളയും നിന്റെ പെണ്ണും പിള്ളയൊക്കെ ഇങ്ങനെ അന്യരെ ദുഷിച്ചല്ലേ, നിന്റെ മക്കളും ഒക്കെ ഇങ്ങനെ അന്യരെ ദുഷിച്ച് കിട്ടുന്ന പണം കൊണ്ട് തിന്നുന്നെന്നുള്ളതല്ലാതെ നിന്നെയൊക്കെ കൊണ്ട് ഈ തെരുവിൽ നടക്കുന്ന 2 പട്ടിക്കെങ്കിലും ആഹാരം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പോലും കൊടുക്കാൻ പറ്റാത്ത നീയൊക്കെ എന്തോത്തിനാടാ ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നോക്കി ഇങ്ങനെ ദുഷിക്കാൻ നടക്കുന്നത്? നിനക്കൊക്കെ ഇങ്ങനെ ദുഷിച്ച് തിന്നാനേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവരെ പോലെ എവിടുന്നെങ്കിലുമൊക്കെ ഇങ്ങനെ പാവത്തുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അതിനും വേണോടാ ഒരു തന്മയത്വവും ദൈവീകവും. അല്ലാതെ ഇങ്ങനെ ദുഷിച്ച് തിന്നുന്ന നിനക്കൊന്നുമുള്ള സാധനമല്ല അത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തെന്ന് ചോദിച്ചാൽ, എടാ ഒന്നുമില്ല, ഞാൻ കുറേ പട്ടിക്കും പൂച്ചയ്ക്കും എങ്കിലേ ആഹാരം കൊടുക്കുന്ന ആളാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുക്കാത്തത്. അത് ഇല്ല പറഞ്ഞ കണക്ക് നിന്നെ പോലുള്ള നന്ദിയില്ലാത്ത ജീവികളും ഉണ്ട് ഈ മനുഷ്യൻ്റെ കൂട്ടത്തിലേ. അതുകൊണ്ടാണ് അവർക്ക് ആഹാരം കൊടുക്കാത്തത്. നിന്നെപ്പോലൊക്കെ ഉള്ള തിരിഞ്ഞു കൊത്തുന്ന ജാതികൾ, നന്ദി നയോ ഇല്ലാത്തത്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എടാ വേറൊരു ജീവിക്കും കൂടെ ആഹാരം കൊടുക്കണമെങ്കിൽ അതിനും വേണം ഒരു മനസ്സ്. അല്ലാതെ അവിടെ വന്നിരുന്നേച്ച് ഇങ്ങനെ കണ്ടവൻ്റെ വീട്ടിലോട്ട് എത്തി നോക്കിയിരുന്ന് അളിഞ്ഞൊളയും പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സമ്പാദിച്ചുകൊണ്ട് പോയി പെണ്ണും പിള്ളയുടെയും മക്കളുടെയും അച്ഛൻ്റെ അമ്മയുടെയും പള്ള വീർപ്പിക്കുന്നത് ഒരു അന്തസ്സല്ലടാ. എടാന്ന് തന്നെയല്ലേ എടീന്നും. കാരണം ഇതേപോലെ വീഡിയോ ഒരു കഥയും ഇല്ലാത്ത കുറേ വീഡിയോ വന്ന് ചെയ്യുന്ന അവന്മാരും ഉണ്ട്, അവളുമാരും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ സ്ഥിരം ചെയ്യാറില്ല. പക്ഷേ ഒരുപാടങ്ങ് ഒരു മനുഷ്യനെ ദുഷിക്കുമ്പം എല്ലാവരും അങ്ങ് നട്ടലില്ലാത്ത പൂഞ്ഞന്മാരായിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ആരെങ്കിലുമൊക്കെ നല്ലത് കണ്ടാൽ അതിന് പ്രതികരിക്കണമല്ലോ. മോശം കണ്ടാലും പ്രതികരിക്കണമല്ലോ. നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു യൂട്യൂബർ സഹോദരന്മാരെ, നിനക്കൊക്കെ ജീവിക്കാൻ വകയില്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് അന്യൻ്റെ കുടുംബജീവിതം തകർക്കാതിരുന്ന് ഇറങ്ങിപ്പോയി വല്ല ജോലിക്കും പോയി പണിയെടുത്ത് തിന്ന് ജീവിരടേ. ഇങ്ങനെ നിരപ്പേ നടന്ന് ഇങ്ങനെ വല്ലവൻ്റെയും കുടുംബം കലക്കി തിന്ന് ജീവിക്കാതെ അത് ദഹിക്കുകയല്ല, ഇളക്കം പിടിക്കും, ഇളക്കം. അപ്പം ശരി, ഓക്കെ, ബൈ ബൈ. നീയൊന്നും നന്നാവിയല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും നിനക്കുള്ള എടുത്ത് ഇതുപോലെ പറഞ്ഞില്ലെങ്കിലേ നിനക്കൊക്കെ നീയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ മഹാകാര്യമാണെന്നങ്ങ് തോന്നിപ്പോവും. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.